അപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഈ ഇരിക്കുന്ന ക്രോപ്പ് ഫാമിലോട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നല്ലൊരു ക്രോപ്പാക്കി എടുക്കും. പിന്നെ ക്യാമറയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഓക്കെ, അതിനായിട്ടുള്ള സാധനങ്ങൾ കണക്ട് ചെയ്ത് രണ്ട് പട്ടിക്കുട്ടികളെ ഇരുത്തി പിന്നെ ഈ സാധനം എടുത്ത് തിരിച്ച് വെളിയിച്ച് നമുക്ക് ആവശ്യമുണ്ടായിരുന്നു ഇതൊന്ന് ബിൽഡ് ചെയ്യാൻ. പിന്നെ ഒരു ഷീപ്പ് ഫാമാണ് ഉണ്ടാക്കി, അവരൊന്ന് ബ്രീഡ് ചെയ്യാൻ എന്തോ കൊച്ചു വളർന്നു വളർന്നു മുട്ടയിട്ട് നമുക്കൊന്ന് അങ്ങോട്ട് ചാടിയിട്ടെ അതും എടുത്ത് അയ്യോ അതിപ്പോൾ ഇവിടെ വാങ്ങാം. അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനൊരു സാധനം ചെയ്ത് ക്രോപ്പ് ഫാമിൽ വലുതായിട്ടൊന്നും നമ്മൾ പുതിയതൊന്നും ചെയ്തില്ല. നമുക്ക് ഇന്നാണ് അതിലോട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഇനി അത് തന്നെയാണ് ചെയ്യാൻ. ഞാൻ എന്തിനൊക്കെ പറയണമല്ലേ ഗൈസ്. പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാനിപ്പം ഇങ്ങനെ വെട്ടുമ്പോൾ ഓക്കെ എന്ന് പറയും. ഓക്കെ പറയണത് ചിലപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോയിൽ, ചിലപ്പോൾ അരമണിക്കൂർ മുമ്പേ വരും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓൺ വോയിസ് ചെയ്യണതാണോ നല്ലത്, അതാ മറ്റേ അല്ല ഇങ്ങനെ ലൈവായിട്ട് വോയിസ് ഇടണതാണോ നല്ലത്, അതാ മറ്റേ ലാസ്റ്റ് ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ഓൺ വോയിസ് ഇടുമല്ലോ അതാണ് നല്ലതെന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ചെയ്യണതാണ് നല്ലതെന്ന്. കാര്യം എന്തോ എനിക്ക് അതാണ് കുറച്ചും കൂടെ ഒരു ഏതോളതായിട്ട് തോന്നിയിട്ടുള്ളത്. ഇവനും ഇത് കൊടുത്ത് ഇനിയിപ്പോൾ ഇവൻ വലുതായില്ല കേട്ടോ, വേറെന്തായാലും ഒന്ന് ബ്രീഡ് ചെയ്യാം. ഹലോ, ഇവനും കൂടെ കൊടുത്തു, ഇവനും കൊടുക്കാം. ബാക്കിയുള്ളത് വീട്ടിൽ കൊണ്ട് വെച്ചേക്കാം. അതിനിടയ്ക്ക് ഒരെണ്ണം കൂടെ വന്നു. എൻ്റെ സീഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സീഡ് നമുക്ക് അത്യാവശ്യം അധികം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ആ ഒരു ഫാർമിനോട്ട് വർക്ക് ചെയ്ത് രാത്രിയാണ്. അപ്പോൾ നാളെ രാവിലെ വർക്ക് ചെയ്യാം. ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റിക്കോട്ടെ. ഞാൻ മറ്റേ ഒരു പശുവിനെ ഒന്ന് പിടിക്കാനായിട്ട് ഇട്ടിരുന്നതാണതല്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്തെങ്കിലും കളക്ട് ചെയ്യാനുണ്ടോ? കുറച്ച് അയണിൻ്റെ ആവശ്യം ചിലപ്പോൾ വരും. ഞാൻ ചിലപ്പോഴേ ഹോപ്പർ അവിടെ വയ്ക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ അയണുണ്ടോ? കുറച്ചിരിപ്പുണ്ട്, 30 ടോട്ടലുണ്ട്. നമ്മൾ ഡയമണ്ട് എടുത്തിട്ട് പിക്കാക്സ് ആക്കിയില്ലല്ലോ. ഉണ്ടായിരുന്നു. പിക്കാക്സ് എടുത്ത് കൈ പിടിക്കുന്നില്ല. ഈ ഒരു ലിസ്റ്റിലോട്ടാക്കി വെച്ചേക്കാം. ഒന്ന് പെട്ടെന്ന് വളരുമോ രാത്രി? ക്ഷമിക്കണം. ഓക്കെ, ഫസ്റ്റ് ടൈമാണ്. പിന്നെ നിങ്ങളൊന്നും കമൻറ്റോ വ്യൂസ് നല്ല കുറവാണ്. അതിനൊക്കെ വിഷമമില്ല, കാര്യം തുടങ്ങിയതല്ലോ. അതുകൊണ്ട് ഇനി പറഞ്ഞ് സംസാരിച്ച സമയങ്ങളുണ്ട്. ഇന്നത്തെ വീഡിയോ തന്നെ നല്ല ലോങ് ആയിരുന്നു, 25 മിനിറ്റ് എങ്ങാണ്ടേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി സംസാരിച്ച സമയമാണില്ല. ഇതിനുള്ള റിസോഴ്സെല്ലാം ഒന്ന് എടുത്തിട്ട് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. നമുക്ക് കുറച്ച് ട്രാപ്പ് ഡോർ തേടിയാണ്, പിന്നെ റെഡ് സ്റ്റോണ്, പിന്നെ ലിവർ ആവശ്യമുണ്ട്. ലിവർ ഉണ്ടാക്കാനായിട്ട് കുറച്ച് സ്റ്റോണും സ്റ്റിക്കുമാണ് ആവശ്യം. സ്റ്റിക്ക് നമ്മളുണ്ട് അല്ലേ? ഇത്രയല്ലേ ആവശ്യം? ഇത്രയേ ഉള്ളൂ. അതിൻ്റെ തന്നെ ലിവർ ഹോപ്പർ ഉണ്ടാക്കാനുള്ള ആയം നമ്മളിൽ ഉണ്ടാകുന്നത്. ആയതിൻ്റെ അടുത്ത് എത്തി വെച്ചില്ലേ? അതിൻ്റെ കയ്യിലുണ്ടോ? എൻ്റെ കയ്യിലില്ല. അവന് ഹോപ്പർ ചെസ്റ്റും കൂടെ വേണം അല്ലേ? അതിപ്പോൾ ഉണ്ടാക്കാതെ എൻ്റെ വുഡ് കാണണമല്ലോ. എൻ്റെ കയ്യിലുണ്ട് കുറച്ച് വുഡ് ചേർക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കാമല്ലേ ഹോപ്പർ? കേട്ടെ, ഇനിയും ഉണ്ടാക്കാൻ പറ്റും. ഇത് ഉണ്ടാക്കിയിട്ട് ഇതും കൂടെ ഉണ്ടാക്കണ്ടേ? ജസ്റ്റ് 4 ഉണ്ടാകാൻ പറ്റുമോ? അല്ലെങ്കിൽ 4. അപ്പം 4 ബ്ലോക്ക് എടുത്തല്ലേ കാണുള്ളൂ. ഒന്നായാൽ ഇനി ഫുഡ് തീർന്നു ആണെങ്കിൽ അത് ചെറിയൊരു പ്രശ്നമായി. 4 നമുക്കിത് ഉണ്ടാക്കാൻ പറ്റൂല. ബാക്കി ആണുണ്ടോ? അതിൽ 10. അതെ, അത് വെളിയിൽ ഡ്രോപ്പായി. ഇനിയും കുറച്ചും കൂടെ ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡല്ല, അപ്പം അതിനും കൂടെ ആയിട്ട് സെറ്റ് മൊത്തത്തിൽ ഉണ്ടാക്കാം.
ഉണ്ടാക്കിയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി ഫില്ല് ചെയ്യാം. അതിലെല്ലാം ഉണ്ടാകാനുള്ള എല്ലാം ബ്ലോക്ക്, ട്രാപ്പ് ഡോറ്, ഡെർട്ട്, റെഡ് സ്റ്റോൺ, ലിവർ. ഓക്കെ, ഓൾ സെറ്റ്. നിങ്ങൾക്ക് അവിടെ കുറച്ച് ആ സീഡും കൂടെ എടുത്താൽ മതി. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ട് ഉണ്ടാക്കാനാണ്. അതോ ഇവിടെ തന്നെ ഉണ്ടാക്കണം? അതാകുമ്പോൾ ഇവിടെ തന്നെ ബ്രീഡ് ചെയ്യായിരുന്നു. ഇവിടെ തന്നെ ഉണ്ടാക്കാം. ഇവിടെ ഇച്ചിരി ഫ്ലാറ്റ് ആക്കാം. അതിനായിട്ടുള്ള ഡെർട്ടോമയിലുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ബാക്കി എടുത്തോളാം. ഒത്തിരി കൊടുക്കാലോ. ഓക്കെ, ആ കോഴി ഫുൾ അങ്ങനെ അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫുള്ള് ഇവിടെ നിന്ന് മാറ്റാം. ഇത്രയല്ലേ? ഇത്ര തന്നെ. ഇനി നമുക്ക് ഇവിടെ നിന്നൊരു കുഴിയെടുത്ത് മാറ്റിയിട്ട് ഇവിടെ നമുക്ക് ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ഉണ്ടാക്കാം. ഓക്കെ, അത് സെറ്റ്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെയായിട്ട് ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ തന്നെ ആദ്യം തന്നെ ഡെർട്ട് ആദ്യം വയ്ക്കാം. അത് തന്നെ ഡെർട്ട് തന്നെ ആദ്യം വയ്ക്കാം നമ്മൾ. ഗൈസ്, ഞാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻ വർക്ക് ആവുന്നില്ലല്ലേ ഗൈസ്? ഇതിങ്ങനെ തുറക്കുമ്പോൾ വെള്ളം പോകുന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് വെള്ളം പോണില്ല. വെയിറ്റ്, എൻ്റെ ഇനിയും ട്രാപ്പ് ഡോർ ഉണ്ടല്ലോ. അത് ഒരെണ്ണം എടുത്ത് ഇവിടെ വെയിറ്റ്, ഇത് കിട്ടിയിട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഇവിടെ അടച്ച് ഇനി തുറന്ന് ഇനി ഇതും തുറന്നു. നടക്കുന്നില്ല. പൊട്ടിച്ചാലേ വെള്ളം പോകുന്നത്. അത് ഇച്ചിരി പ്രശ്നമാണല്ലോ വയസ്സ്. വെയിറ്റ് എന്തായിരിക്കും? ആ പ്ലാൻ നടക്കാകത്തില്ല. എന്നാൽ പിന്നെ നമുക്ക് മാനുവലായിട്ട് തന്നെ ചെയ്യാൻ ഒരു ഫാം ഉണ്ടാക്കാം. അതായപ്പോടെ കഴിയുള്ളൂ. പക്ഷേ കുറേ പ്രതീക്ഷിച്ചു ചേട്ടാ ഇന്നത്തെ എപ്പിസോഡിൽ. കുഴപ്പമില്ല പോട്ട്. ഇന്നത്തെ എപ്പിസോഡ് നല്ലൊരു ഇന്നത്തെ ലോങ് അല്ലേ എപ്പിസോഡ് അല്ലേ? ചോറായിരിക്കൂല.
നല്ല ചെറുതായിരിക്കും എപ്പിസോഡ്. അതാണ് കുഴപ്പം, എപ്പിസോഡ് നല്ല ചെറുതായിരിക്കും. എന്നാലും കുഴപ്പമില്ല. ഇന്നലെ നല്ല ലോങ് എപ്പിസോഡ് ഉണ്ട്, അതുകൊണ്ടാണ് തോന്നുന്നു യൂസൊന്നും കയറാത്ത. ഓക്കെ, ഇപ്പോൾ രണ്ടുപേരും ഇതാക്കി. എന്നാലും ഇതൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. ചുമ്മാ എന്തിനടുത്ത് കളയണം, ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇതെല്ലാം ഒന്ന് ടിൽറ്റ് ചെയ്ത് വിടാം. അല്ല, ഇവിടെ ടിൽറ്റ് ചെയ്യണ്ട. ഇവിടെ ഞാൻ വെളിയിലോട്ടൊക്കെ ചെയ്തു. ഇപ്പോൾ വേറെ വഴിയൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ കുഴപ്പമില്ല, നമുക്കിതൊരു ബിൽഡാക്കി എടുക്കാം. ചെറിയൊരു ഇതൊക്കെ കൊണ്ടുവന്ന്, എന്നാലും ഇത്ര ബ്ലോക്ക് ഇരിക്കുകയല്ലേ. ഓക്കെ, ചുമ്മാ അതൊക്കെ ഒപ്പിച്ച് ഇന്നലെ ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നു. ഇന്നലെ ഒപ്പിച്ചുകൊണ്ട് വന്നതാണ് മൈനിൽ നിന്ന് ഇറങ്ങിയിട്ട്. ചാവാത്ത വായി ഇന്നലെ. ഒന്നാമത് റിസ്കി പണിയും ചെയ്ത് പോട്ട് ഇവിടെ ഒരു സീഡുണ്ടോ. നല്ല വലിയൊരു ഫാമായില്ലേ ഇവിടെ. ഇതാവില്ലേ ഒരു കുഴപ്പം. എന്തായാലും ആ സീഡെല്ലാം നമ്മളതിൽ ഇപ്പോഴും ഉണ്ടല്ലോ. സീഡുവാ ഒന്നത് ഫില്ല് ചെയ്യാൻ പറ്റുമോ? ഫില്ല് ചെയ്യാൻ പറ്റുമല്ലേ? എന്നാൽ ചെറിയൊരു ഫെയിലിയർ ആയിപ്പോയി. ഞാൻ വലിയതായിട്ട് പ്രതീക്ഷിച്ചു. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം വലിയൊരു ഫാമിങ് ഏരിയ നമ്മളിന്ന് ഉണ്ടാക്കി. വെറുതെ ഉണ്ടായത്. ഇനിയിപ്പോൾ ഈ എപ്പിസോഡ് എന്ത് ചെയ്യേ? മൊത്തം തുറന്നു കേട്ടോ. നടക്കൂല. മറ്റേ എപ്പിസോഡ് എന്തായാലും പോയി. ഇവരെ ബ്രീഡ് ചെയ്യാനായിട്ട് നമ്മൾ വളർന്നു എല്ലാം വളർത്തും. ഇപ്പം എല്ലാവരും ബ്രീഡ് ചെയ്യാം. ഒരു വെച്ചിറക്കം കൂടെ വരണമല്ലോ. ഓക്കെ ഓക്കെ, ഇന്ന് നമുക്കൊരു കൗ ഫാമും കൂടെ ഉണ്ടാക്കാം അല്ലേ? കൗ ഫാം ഉണ്ടാക്കാം. നമുക്ക് സീഡ് എന്തായാലും ഒരുപാട് വരും. എന്തോ കൗ ഫാം വേണം. വേണ്ട, കൗ ഫാമൊന്നും വേണ്ട. ഒന്നോ രണ്ടൊന്നും ഇവിടെ തന്നെ കിടക്കട്ടെ. ഷീപ്പ് ഫാം തന്നെ മതി. ഞങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് പണിയുണ്ട്. ഈ ഐലൻഡ് ഫുള്ള് നമുക്ക് ഫ്ലാറ്റ് ആക്കാം. എന്നിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ടൊരു ബിൽഡ് ഉണ്ടാക്കി കൊടുക്കണം. അതാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ പ്ലാൻ. ഇവന്മാർ ഒന്നുമില്ല, വേണ്ടി എമറാൾഡ് ഇല്ല. അവിടെ നോക്കാം. നല്ല ഒന്നും തരയില്ലെന്ന്. എൻ്റെ സ്പൈഡറായി ഉണ്ടായിരുന്നല്ലോ. ഈ എപ്പിസോഡ് ഉണ്ടോ? ഇതിലുണ്ടോ എപ്പിസോഡൊന്നും? മറ്റേതിലും തുറക്കാൻ പറ്റില്ല. കുഴപ്പമില്ല, അവൻ പോട്ടെ.
എന്തായാലും നാളെ അല്ല ഇന്ന് തന്നെ ഈ എപ്പിസോഡിൽ ചെയ്യണം. പക്ഷെ ഒന്ന് താന്നോട്ടെ, ഇനി രാത്രിയായിട്ട് ആ പണി വെയിറ്റ് അപ്പോഴത്തേക്ക് പിന്നെ അവനെ ഒന്ന് ട്രേഡ് ചെയ്യാം. എൻ്റെ കയ്യിലാണ് ഈ സാധനം ഉണ്ടല്ലോ. ഇട്ടോടാ അവിടെ ഇട്ടോ എൻ്റെ ഉണ്ട്. ഇതല്ല അത്. അത് വേറെ സാധനം. മഴയും തുടങ്ങി. ഇപ്പോൾ രാത്രിയാവും. അയ്യോ അത് കാണില്ല. ഇപ്പോൾ രാത്രിയായി കാണും. ഉറങ്ങാം. മഴയത്തെ ഏരിയ എന്നൊക്കെ വരുന്ന നോക്കൊരു വൈബ് തന്നെ. രാത്രിയായി. ബാക്ക്ഗ്രൗണ്ട് ന്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, ഇന്നലെ രാവിലെയായി. നമുക്കൊന്ന് പിന്നെ അവിടുത്തെ പണി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു ഐലൻഡ് ലാൻഡൊന്ന് ഇതാക്കാം. സ്പീഡിലിട്ട് ഞാനിപ്പോൾ സ്പീഡാക്കാം. അയ്യോ ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലേ. ഞാനും അപ്പോൾ അത്യാവശ്യം വലിയൊരു പ്രോഗ്രസ് തന്നെ നടത്തി. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൻ്റെ ഐഡിയ ഞാൻ പറയാം. നാളെ എന്ന് വെച്ചാൽ ഇവർക്കായിട്ടൊരു ബിൽഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് നാളത്തെ നമ്മുടെ ജോലി. അപ്പം അതിന് വേണ്ടിയിട്ട് ബില്ലൊക്കെ ഞാൻ ഒരു ഐഡിയ ഒക്കെ നോക്കാം. ഓക്കെ, അതെന്തിരിച്ച് ചെയ്യണോ നോക്കാം. അപ്പം നിങ്ങൾ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ലൈവായിട്ട് വോയിസ് ചെയ്യണോ അതാ ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഓൺ വോയിസ് ചെയ്യണമെന്ന്. ഞാൻ പറയണ ഓൺ വോയിസ് ചെയ്യുന്നതാണ്. കാര്യം ഞാൻ റെക്കോർഡ് ചെയ്യും. ഞാൻ ഇപ്പം ഇങ്ങനെ ആക്കുമ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പേ വരും, ചിലപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരും. അങ്ങനെയാണ് അത് കഴിഞ്ഞ വീഡിയോ സംഭവിച്ചതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പറയാം. എനിക്ക് നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യുന്നെങ്കിൽ ഞാൻ എനിക്ക് ഓൺ വോയിസ് എടുത്ത് ചെയ്യും. കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഫുള്ള് കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ബൈ 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 ബൈ. പോ.